വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച 529.5 കോടി രൂപ ബന്ധപ്പെട്ട വകുപ്പുകൾ കൈമാറാൻ സർക്കാർ തീരുമാനം. 45 ദിവസമെന്ന സമയപരിധി ഈ വായ്പയ്ക്ക് ബാധകമാകില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം. 16 അടിസ്ഥാന സൗകര്യ പ്രവർത്തികളുടെയും ടെൻഡർ നടപടികളിലേക്ക് വൈകാതെ സർക്കാർ കടക്കും. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ഈ തുക ചിലവഴിക്കുന്നത് സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ അത് സർക്കാരിനെ ആദ്യഘട്ടത്തിൽ ഒന്ന് ആശങ്കപ്പെടുത്തിയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ മറികടക്കാനുള്ള ശ്രമങ്ങളാണെന്ന് മനസ്സിലാകുന്നു. അതേതൊക്കെ തരത്തിലാണ്? രഞ്ജിത്ത്, മൂലധന നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ തുക കേന്ദ്രം സംസ്ഥാനത്തിന് വായ്പയെ അനുവദിച്ചത്. 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന പലിശരഹിത വായ്പയാണ്. സാധാരണ അത്തരം സ്കീമുകൾ വരുന്ന തുക സാമ്പത്തിക വർഷത്തിന് മുമ്പ്, സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ചെലവഴിക്കണമെന്നതാണ് വ്യവസ്ഥ. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് അത്തരമൊരു ആശങ്ക ഉയർന്നത്. പക്ഷെ ഇപ്പോൾ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിലും അതുപോലെ തന്നെ അതിനു മുമ്പ് ഈ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരുമ്പോഴും വ്യക്തമാക്കിയത് ഒരുപക്ഷെ ഈ വായ്പയ്ക്ക് അത്തരം നിബന്ധനകൾ ബാധകമാകില്ല. കാരണം ഇതൊരു പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട വായ്പയല്ല. ഇതൊരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തിക വായ്പ ആ രീതിയിലുള്ള ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ, പദ്ധതി ആയതുകൊണ്ട് തന്നെ അതിന് ഈ നിബന്ധന ബാധകമാകില്ല എന്ന ഒരു വിലയിരുത്തൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ ഇക്കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്രത്തെ വീണ്ടും സമീപിക്കും. അതുവരെ കാത്തിരിക്കാതെ ഈ പദ്ധതി നിർവഹണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. 16 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലേക്കാണ് ഈ പണം പോകേണ്ടത്. പൊതുമരാമത്ത്, ജലസേചനം, ജലവിഭവം അടക്കമുള്ള വകുപ്പുകൾ ഇതിലുണ്ട്. ആ വകുപ്പുകളോട് കൂടുതൽ തുക വരേണ്ടത് പൊതുമരാമത്തിനാണ്. ഈ വകുപ്പുകൾക്ക് അതത് വകുപ്പുകൾക്ക് അനുവദിച്ച തുക അവിടേക്ക് കൈമാറാനാണ് ഇപ്പോൾ ട്രഷറിയിലേക്ക് കൈമാറാനാണ്, അവരുടെ അക്കൗണ്ടിൽ ട്രഷറിയിലേക്ക് കൈമാറാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അത്തരം നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇന്നലെ നൽകിയത്. അതിന് കേന്ദ്രത്തിൽ നിന്ന് വ്യക്തതയും സർക്കാർ തേടും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ 40 ദിവസത്തെ നിബന്ധന നിലനിൽക്കില്ലെങ്കിൽ, സമയപരിധി ഇല്ലെങ്കിൽ ഈ പണം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന പ്രതീക്ഷയാണ് സർക്കാരിന്. അത് മുന്നിൽ കണ്ടാണ് അത്തരം ഒരു നടപടികളിലേക്ക്, ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ വകുപ്പുകൾക്ക് സർക്കാർ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നത്. അതാണ് പ്രധാനപ്പെട്ട പേരും. ഏതായാലും വളരെ വേഗം പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ വളരെ വേഗം കടക്കുകയുമാണ്. മറ്റൊരു വാർത്ത, കഴിഞ്ഞ 2 ദിവസങ്ങളിലായുള്ള ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ലേഖന വിവാദത്തിൽ തരൂരിനെതിരെ പരസ്യ ഏറ്റുമുട്ടലിന് ഇറങ്ങിയ മുതിർന്ന നേതാക്കളുടെ ചെവിക്ക് പിടിച്ച് ഹൈക്കമാൻഡ്. പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴരുതെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം. ലേഖന വിവാദത്തിന് പിന്നാലെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ച് പകരം മറ്റൊരു ചിത്രമിട്ടതോടെയാണ് കോൺഗ്രസ് പോഷക സംഘടനകളും തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശശി തരൂരിനെതിരെ ഉയരുന്ന പ്രതിഷേധം ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്നും ഹൈക്കമാൻഡിന് സംശയമുണ്ട്. തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണയോടെയാണ് യുവജന സംഘടനകൾ തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സൂചന. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ വിവാദ ലേഖനത്തിനും പഠന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടുള്ള അതിലെ പരാമർശങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി വിവാദങ്ങളുടെ ആക്കം കൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തരൂരിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് നേതാക്കന്മാർ വിട്ടുനിൽക്കണമെന്ന ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. ലേഖന വിവാദത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുമ്പോഴും ഈ നീക്കം ശശി തരൂരിനെ പ്രകോപിപ്പിച്ചേക്കുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിലപാടിലാണ് ശശി തരൂർ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അതേസമയം തരൂരിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന മാർച്ചിന് വിലക്ക്. മാർച്ച് നടത്തരുതെന്ന് KPCC നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വി അരുൺ ചേരുന്നു. അരുൺ, ഇന്നലെ ഏറ്റവും ഒടുവിൽ തരൂര് തന്റെ പോസ്റ്റ്, അതായത് ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ ഇട്ട പോസ്റ്റ് പിൻവലിച്ചപ്പോൾ തന്നെ KSUവും യൂത്ത് കോൺഗ്രസും മറ്റും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കുറച്ചുകൂടി കടന്ന് മാർച്ച് നടത്താനായിരുന്നോ തീരുമാനം?
തീർച്ചയായിട്ടും അത്തരമൊരു നീക്കമുണ്ടായിരുന്നു. തരൂരിനെതിരെ അത്തരമൊരു പരസ്യ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷെ അത് വേണ്ട എന്നൊരു നിർദ്ദേശമാണ് KPC നേതൃത്വം നൽകുന്നത്. കൂടുതൽ തരൂരിനെ പ്രകോപിപ്പിക്കുന്ന ഗുണം ചെയ്യില്ല. മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM ഇത് വലിയൊരു ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. CPM അവസരമായി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ വഴിവെച്ചു കൊടുക്കണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നേതൃത്വം തടഞ്ഞത്. ഇന്നലെ ACUയുടെ ഒരു ഭാഗം പ്രവർത്തകരാണ് ഈ ശശി തരൂരിന്റെ ഓഫീസിന് മുന്നിൽ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് തോന്നുന്ന തരത്തിലുള്ള ശരത് ലാലിന്റെ കൃപേഷുമായി ബന്ധപ്പെട്ട നിലപാടൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിച്ചത്. വലിയ അമർശമുണ്ട് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ACU പ്രവർത്തകർക്കും ഒക്കെ തരൂറിന്റെ നിലപാടുകളിൽ. പക്ഷേ അധികം കടുപ്പിക്കേണ്ട, അങ്ങനെ പോയാൽ അത് ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായം ഹൈക്കമാൻഡിനുണ്ട്. അത് സംസ്ഥാന നേതൃത്വം ആ നിലപാടിലേക്ക് മാറുകയാണ്. ഈ വിഷയത്തിൽ ആദ്യം തരൂരിനെ പിന്തുണച്ച KPCC അധ്യക്ഷനും പിന്നീട് നിലപാട് മാറ്റിയിരുന്നു. എങ്കിലും ശശി തരൂരിനെ പരസ്യമായ ഒരു നിലപാടിലേക്ക് പോകണ്ട എന്ന നിർദ്ദേശം തന്നെയാണ് നേതാക്കൾ ഇപ്പോൾ പ്രവർത്തകർക്കും താഴെത്തട്ടിലുള്ള നേതാക്കൾക്കും നൽകുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പരസ്യ പ്രതിഷേധമടക്കം തരൂരിനെതിരെ വിലക്കിയിരിക്കുകയാണ് KPCC എന്നുള്ള വിവരം തന്നെയാണ്. പക്ഷേ നേതാക്കൾക്ക് തരൂരിനോടുള്ള അമർഷം മാറുന്നുമില്ല. മറ്റൊരു വാർത്ത, തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നിന്നാണ്. അവിടെ റാഗിംഗ് പരാതി ഉയർന്നിരിക്കുന്നു. കോട്ടയത്തെ റാഗിങ്ങിന് പിന്നാലെ കാര്യവട്ടത്തും റാഗിംഗ് നടന്നു. അതും അതിക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറിയെന്നാണ് മനസ്സിലാകുന്നത്. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകിയിരിക്കുന്നത്. അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇക്കാര്യം സ്ഥിരീകരിച്ചു. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെയാണ് പരാതി. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. ഞാനും എൻ്റെ കൂട്ടുകാരൻ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരടി തന്നു, കവലത്തൊരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ട വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞ് തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, അതിക്രൂരമായ റാഗിംഗ് ആണ്. SFIക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതിയുള്ളത്. SFIയുടെ യൂണിറ്റ് ഓഫീസിൽ വെച്ചാണ് മർദ്ദനമെന്ന് മനസ്സിലാകുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, 3ാം വർഷ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ തുടങ്ങി 7 പേർക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കഴക്കൂട്ടം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ 11-ന് ഈ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു അടിപിടി ഉണ്ടായിരുന്നു. അന്ന് രജിസ്റ്റർ ചെയ്ത FIRന്റെ ഭാഗമായി ഇപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ വകുപ്പുകൾ കൂടി ചേർക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ക്രൂരമായ മർദ്ദനം നേരിട്ടുവെന്നാണ് ബിൻസ് പറയുന്നത്. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ. 11-ന് ഈ തർക്കമുണ്ടായ ശേഷം ബിൻസിന്റെ സുഹൃത്തായ അഭിഷേകിനെ തേടി ഈ സീനിയർ വിദ്യാർത്ഥികൾ എത്തുകയായിരുന്നു. ആദ്യം അഭിഷേകിന് മർദ്ദനമേറ്റിരുന്നു. ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസിനും കോളേജ് അധികൃതർക്കും പരാതി നൽകി. ഈ വൈരാഗ്യത്തിലാണ് വീണ്ടും അഭിഷേകിനെ തിരഞ്ഞെത്തുന്നത്. ഈ സമയത്ത് ബിൻസ് ഇവരുടെ കൈകളിൽ പെടുകയായിരുന്നു. തുടർന്നാണ് ഈ അവരുടെ യൂണിറ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി, ആ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിച്ചു എന്നുള്ള പരാതി. ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തുകയും മുതുകിലും ചെകിട്ടത്തും അടിക്കുകയും ചെയ്തു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അതിൽ തുപ്പിയ ശേഷം വെള്ളം കൊടുത്തു എന്നുകൂടി ഈ വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ 7 പേർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി റാഗിംഗ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളുണ്ട്, തെളിവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം പോലീസിൽ പരാതി നൽകുകയും മറ്റും ചെയ്തിട്ടുണ്ടല്ലോ, അതിനുള്ള നടപടികളും ഒക്കെ ഉണ്ടോ? ഈ പ്രതികളായ ആളുകൾ ഒളിവിലാണ്, അങ്ങനെ വല്ല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ടോ? ഇതിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമായി. അതോടൊപ്പം തന്നെയാണ് സാക്ഷിമൊഴികൾ. ഈ കുട്ടിയെ തിരിച്ചുകൊണ്ട് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടു എന്ന സാക്ഷിമൊഴി അടക്കമുള്ള വിവരങ്ങൾ എല്ലാം തന്നെ ഈ റാഗിംഗ് നടന്നു എന്ന് സ്ഥിരീകരിക്കുന്നതിന് തെളിവായി. മാത്രമല്ല ഈ നേരത്തെ നടന്ന സംഭവം 11-ന് നടന്ന ഈ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികളുമായുള്ള തർക്കം, അതിന്റെ പേരിലാണ് അഭിഷേകിനെ ആദ്യം മർദ്ദിക്കുന്നത്.
പിന്നീട് ഈ പരാതി നൽകിയതിന്റെ പേരിൽ അഭിഷേകിനെ തപ്പി വന്നവരാണ്. അവരാണ് ബിൻസിനെ പിന്നീട് പിടികൂടി കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. രഞ്ജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തെ സംഭവം മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ മരണം അത് ഇന്ന് 1 വർഷം തികയുകയാണ്. രഞ്ജിത്ത്, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയായ സിദ്ധാർത്ഥ് കഴിഞ്ഞ ദിവസം നമ്മൾ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയിരുന്നതാണ്. ഇന്ന് 1 വർഷം തികയുന്ന ദിവസമാണ്. ആ ദിവസമാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നതെന്ന് അത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. മറ്റൊരു റാഗിംഗ് സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നിന്നാണ്. SFI വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി എന്നാണ് മനസ്സിലാകുന്നത്. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്. CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. അതിനുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിന് ഇന്ന് 1 ആണ്ട്. സഹപാഠികളുടെ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനായാണ് കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ SFI പ്രവർത്തകരായ 17 വിദ്യാർത്ഥികളെ ആന്റി റാഗിംഗ് കമ്മിറ്റി 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. റാഗിങ്ങിനെതിരെ നടപടിയെടുക്കാത്ത വൈസ് ചാൻസലർ അടക്കമുള്ളവർക്കെതിരെയും നടപടിയുണ്ടായി. ഇടവേള. രാവിലെ ആദ്യം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്ത ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ചില നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ലേഖന വിവാദത്തിൽ തരൂരിനെ എതിരെ പരസ്യ ഏറ്റുമുട്ടലിനിറങ്ങിയ മുതിർന്ന നേതാക്കളുടെ ചെവിക്ക് പിടിച്ച് ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴുന്നതെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം. ലേഖന വിവാദത്തിന് പിന്നാലെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ച് പകരം മറ്റൊരു ചിത്രമിട്ടതോടെയാണ് കോൺഗ്രസ് പോഷക സംഘടനകളും തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശശി തരൂരിനെതിരെ ഉയരുന്ന പ്രതിഷേധം ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്നും ഹൈക്കമാൻഡിന് സംശയമുണ്ട്. തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണയോടെയാണ് യുവജന സംഘടനകൾ തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സൂചന. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ വിവാദ ലേഖനത്തിനും പഠന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടുള്ള അതിലെ പരാമർശങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി വിവാദങ്ങളുടെ ആക്കം കൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തരൂരിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് നേതാക്കന്മാർ വിട്ടുനിൽക്കണമെന്ന ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. ലേഖന വിവാദത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുമ്പോഴും ഈ നീക്കം ശശി തരൂരിനെ പ്രകോപിപ്പിച്ചേക്കുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിലപാടിലാണ് ശശി തരൂർ. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് തരൂരുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അത് ഇടതുപക്ഷം ആയുധമാക്കിയിരുന്നു. ഇന്നലെ മാത്യു കുഴൽനാടനടക്കം CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. അതിൽ CPM മറുപടി എന്ത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകണം. അരുൺ, ഏതായാലും ഇന്നലെയും CPM തരൂരിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയില്ല. കുഴൽനാടൻ ഈ ലേഖനത്തിൽ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഒപ്പം നമുക്കറിയാം നരേന്ദ്രമോദിയെയും പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തരൂർ പറഞ്ഞ പശ്ചാത്തലമുണ്ട്. ഇതിൽ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഡിഫെൻഡ് ചെയ്യുക അല്ലാതെ തരൂരിനെ അനുകൂലിക്കാൻ യാതൊരു വഴിയുമില്ലല്ലോ. കാരണം അത്തരം പരാമർശങ്ങൾ നടത്തുന്നു. ഈ കൃപേഷും ശരത് ലാലുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിയിടുന്നു. അങ്ങനെ യുവജന സംഘടനകളെ പോലും പ്രകോപിപ്പിക്കുന്ന വിധമാണ് പെരുമാറ്റം. അപ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് ഇത് സംശയിക്കുന്നത് ആസൂത്രണ നീക്കമെന്നുള്ളത്? CPM തരൂരിനെ പിന്തുണയ്ക്കുന്ന
വാർത്തകൾ തുടരുന്നു. പാതിവേള തട്ടിപ്പ് കേസിൽ 12 ഇടങ്ങളിൽ ED റെയ്ഡ്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ് നടക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുന്ന നവമി, ED നേരത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, അന്വേഷണ സംഘത്തോട് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണോ? നവമി, കേൾക്കാമോ? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസന്റെ ഓഫീസിന് മുന്നിൽ. അവരിവിടെ തന്നെയാണ്, ഈ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് ലാലി വിൻസെന്റ് താമസിക്കുന്നത്. ഇവിടെയാണ് ലാലി വിൻസെന്റിന്റെ ED ഓഫീസിലും ഒപ്പം ഈ ഫ്ളാറ്റിലും റെയ്ഡ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ കാണുന്നത് തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസും. നമ്മൾ ഉടനെ തന്നെ EDയുടെ റെയ്ഡ് എവിടെയാണ് നടക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ പാതിവില തട്ടിപ്പ് കേസിൽ തുടക്കം മുതൽ തന്നെ കേൾക്കുന്നതാണ് ഈ ലാലി വിൻസെന്റിന്റെ പേരും. ഈ അനന്തു കൃഷ്ണന്റെ ലീഗൽ ഈ അഭിഭാഷകയായിട്ട് അല്ലെങ്കിൽ നവമി ദിനേശാണ് അവിടെ ഉള്ളത്. ലാലി വിൻസെന്റിന്റെ വീട്ടിലാണ് നവമി ഉള്ളത്. നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്ത് ആനന്ദകൃഷ്ണന്റെ വീട്ടിലും ഒപ്പം ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലും അടക്കം ഉള്ള സ്ഥലങ്ങളിൽ EDയുടെ റെയ്ഡ് നടക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മൊത്തം 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ED റെയ്ഡ് നടത്തുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ED അന്വേഷണം ഏറ്റെടുക്കുന്നു, ED റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. നമുക്കറിയാം, 1000-ഓളം കോടി രൂപയുടെ വലിയ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എമ്പാടും അരങ്ങേറിയത്. നിരവധി സാധാരണക്കാരായ ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ പണം എങ്ങോട്ട് പോയി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ലാത്ത പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ED ഈ വിഷയത്തിൽ ഇടപെടുകയും കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ലാലി വിൻസെന്റ്, നമുക്കറിയാം, ഈ കേസിൽ ആരോപണ വിധേയയാണ്, കോൺഗ്രസ് നേതാവാണ്. അവർ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അറസ്റ്റിലായ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റിന്റെ പങ്കാളിത്തമില്ല എന്ന് പറയുമ്പോഴും ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് EDക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നവമി, തുടരാം. രഞ്ജിത്ത്, ഈ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലും ഒപ്പം ലാലി വിൻസെന്റിന്റെ ഓഫീസിലുമാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. ഈ മറൈൻ ഡ്രൈവിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ലാലി വിൻസെന്റ് താമസിക്കുന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ റെയ്ഡ് നടക്കുന്നത് എവിടെയാണ് എന്നൊന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉയർന്നു വരുന്ന പേരായിരുന്നു ലാലി വിൻസെന്റിൻ്റെതും. കാരണം ഈ അനന്തു കൃഷ്ണന്റെ ലീഗൽ അഡ്വൈസറായിട്ടായിരുന്നു ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഈ സമയത്ത് തന്നെ ഈ EDയുടെ അന്വേഷണം ആരംഭിച്ചത് മുതൽ തന്നെ, അല്ലെങ്കിൽ അനന്തുകൃഷ്ണൻ ലാലി വിൻസെന്റിന് പണം കൈമാറിയിട്ടുണ്ട്. അതെല്ലാം ലാലി കൃഷ്ണൻ തുടക്കം മുതൽ പറഞ്ഞത്, ഈ തുക കൈമാറിയത് താൻ ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് താൻ ഈ തുക താൻ ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു ലാലി വിൻസെന്റ് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ EDയും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള എത്ര രൂപയാണ് ഈ അനന്തകൃഷ്ണൻ പറയുന്നത് കൃത്യമാണോ, എത്ര രൂപയാണ് ലാലി വിൻസെന്റ് കൈമാറിയിട്ടുള്ളത്, ഒപ്പം ഈ അനന്തകൃഷ്ണന്റെ മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് അനന്തകൃഷ്ണൻ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അനന്തു കൃഷ്ണനും ലാലി വിൻസെന്റുമായുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED റെയ്ഡ് പുരോഗമിക്കുന്നുവെന്ന അതിനിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.
ഇതിലേക്ക് തിരിച്ചു വരണം അല്പസമയത്തിനകം തന്നെ. ഏതായാലും 12 ഇടങ്ങളിൽ, സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡാണ്. അതിൽ പ്രധാനപ്പെട്ടത് സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ വീട്ടിൽ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എന്ന സുപ്രധാനമായ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നവമി ദിനേശ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നവമി, അവിടെ ലാലി വിൻസെന്റിന്റെ ഓഫീസും വീടുമായി പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിലുണ്ട്. അല്പസമയത്തിനകം നവമിയിലേക്ക് എത്താം. വിശദാംശങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള ദൗത്യം ഉച്ചയോടെ ആരംഭിക്കും. കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂട് ബലപ്പെടുത്തുന്ന ജോലികൾ കോടനാട്ടെ അഭയാരണ്യത്തിൽ പുരോഗമിക്കുകയാണ്. ആനയുടെ ആരോഗ്യനില കൂടി പരിഗണിച്ചാകും മയക്കുവെടി വെക്കുന്നതിൽ അന്തിമ തീരുമാനം. ദൗത്യത്തിനായുള്ള കുംകി ആനകളുടെ അടുത്തേക്ക് ആളുകൾ എത്തുന്നത് തടയാൻ വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷൻ റോഡ് അടച്ചു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ആനയുടെ ആരോഗ്യനില അത്ര സുഖകരമല്ല, നമുക്ക് ആ സൂചനകൾ ലഭ്യമായിരുന്നു. ആരോഗ്യത്തോടെ ആനയെ തിരികെ കൊണ്ടുവരണം, അതിനുള്ള ശ്രമങ്ങളിലാണ് വനം വകുപ്പ്. എന്തൊക്കെ നടപടികൾ പൂർത്തിയായി? രഞ്ജിത്ത്, ഇപ്പോൾ കോടനാട് അഭയാരണ്യത്തിൽ അതിൻ്റെ കൂട് നിർമ്മാണം അതിൻ്റെ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി അത് പൂർത്തിയാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പൂർത്തിയായാലും അതിൻ്റെ ബലപരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അത് പൂർണ്ണ സജ്ജമെന്ന രീതിയിലേക്ക് പറയാനായിട്ട് കഴിയും. ഇപ്പോൾ അല്പം മുമ്പ് DFO അടക്കമുള്ളവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. വനം വകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസറായ ഡോക്ടർ അരുൺ സക്രിയ നിലവിൽ അവിടെയുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ അതിരപ്പള്ളിയിൽ എത്തിച്ചേർന്നു. പിന്നീട് കോടനാട്ടേക്ക് പോയി. അവിടെ അത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ട് അവരാണ് തീരുമാനിക്കുന്നത്. കൂടിൻ്റെ ബലപരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആനയെ മയക്കുവെടി വയ്ക്കുന്നതിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോഴുമുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച് വളരെയേറെ ആശങ്കയുണ്ട്. കാരണം നിലവിൽ അത് മസ്തകത്തിലെ ആ മുറിവ് വലിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആനയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് വനം വകുപ്പും അതോടൊപ്പം തന്നെ വെറ്റിനറി വിഭാഗവും എല്ലാം അവരുടെ നിരീക്ഷണത്തിൽ നിന്ന് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില മോശമായതുകൊണ്ട് തന്നെയാണ് അത് കൂടുതലും ഈ ജലം ഉള്ള മേഖലകളിൽ പുഴയോടുകൂടി ചേർന്ന് പലപ്പോഴും തന്നെ സഞ്ചരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് വനത്തിൻ്റെ അകത്തേക്ക്, ഉൾവനത്തിലേക്ക് അധികം പോകുന്നുമില്ല. ഇന്നേതായാലും രാവിലെ അതിനെ കണ്ടെത്താനായിട്ട്, ആനയെ കണ്ടെത്താനായിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിച്ചില്ല, നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് സൂചനകൾ ഇത് 17-ാം ബ്ലോക്കിന് സമീപമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കൂടെല്ലാം പൂർണ്ണ സജ്ജമായതിനു ശേഷം മാത്രമായിരിക്കും ആനയെ മയക്കുവെടി വയ്ക്കുക എന്ന കാര്യത്തിലേക്ക് കടക്കുന്നത്. എങ്കിൽ മാത്രം ഇത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറുകയുമുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിരീക്ഷിച്ചതിന് ശേഷം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വെറ്റിനറി സംഘവും മറ്റും ഇവിടേക്ക് എത്തും. ആനയെ വീണ്ടും നിരീക്ഷിക്കുക, അതിനൊരു മയക്കുവെടി അതിൻ്റെ എത്രത്തോളം അതിന് സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഡോസേജ് അടക്കമുള്ള കാര്യങ്ങളിൽ നിശ്ചയം അവരാലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ഒരു പക്ഷേ ദൗത്യം നാളെ രാവിലെ ആയിരിക്കും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആനയുടെ ആരോഗ്യനില മോശമാണെങ്കിൽ കൂടിയും ഈ ദൗത്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലുള്ളൊരു നിർദ്ദേശമാണ് വനം വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചികിത്സ ഉറപ്പാക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയി തീരുമെന്ന് DFO വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ 3 കുങ്കിയാനകൾ ഇവിടേക്ക് വയനാട് നിന്ന് എത്തിച്ചിട്ടുണ്ട്. ഈ കുങ്കിയാനകൾക്ക് സമീപം ആളുകൾ കൂടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ മേഖലയിലുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് പൂർണ്ണ സജ്ജമായാൽ മാത്രമേ ഈ ദൗത്യം പൂർണ്ണമായിട്ട് ഒരുക്കിയെടുക്കുന്നതിന് ഈ മേഖലയിൽ നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ്. അതിലേക്കെല്ലാം തന്നെ വനംവകുപ്പ് പതുക്കെ അതിലേക്കെല്ലാം തന്നെ എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് ഈ കോടനാട് ആനക്കൂടിൻ്റെ നിർമ്മാണം അത് പൂർണ്ണമാകുക, അതിൻ്റെ ബലപരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. അതിനുശേഷം ഡോക്ടർ അരുൺ സക്രിയയും സംഘവും ഇവിടേക്ക് അതിരപ്പള്ളിയിലേക്ക് എത്തുക, ആനയെ നിരീക്ഷിക്കുക, അതിൻ്റെ ആരോഗ്യനില അടക്കമുള്ള കാര്യങ്ങളിൽ ഓരോ വിലയിരുത്തൽ നടത്തുക. അതിനുശേഷം ദൗത്യം എപ്പോഴെന്നത് തീരുമാനിക്കും. അത് പൂർണ്ണമായും ഒരുപക്ഷെ ഇന്നുണ്ടാകാനുള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ്. നാളെ നാളെ രാവിലെയോടുകൂടി ആയിരിക്കാം ആ രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുക. കൂടിൻ്റെ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുക. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും അതുണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ശരി. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു.
മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ ഖത്തർ അമീറിനെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. അമീറിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരികമായ സ്വീകരണം ഒരുക്കും. പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതിയുമായും ഖത്തർ അമീർ ചർച്ച നടത്തും. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇന്നലെ നേരിട്ടെത്തി പ്രധാനമന്ത്രി സ്വീകരിച്ചു. നമുക്കറിയാം ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യക്ക് ഏറെ താല്പര്യങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ്. എന്തൊക്കെയാണ് പ്രധാനമായും സംഭവിക്കാനിരിക്കുന്നത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഖത്തർ അമീർ ഇന്ത്യയിലെത്തിയത്. ഈ പ്രോട്ടോക്കോളുകൾ എല്ലാം മാറ്റിവെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ ചെന്ന് നേരിട്ടെത്തി തന്നെ ഈ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയെ സ്വീകരിച്ചത്. ഇന്നലെ വിദേശകാര്യമന്ത്രിയുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് രാവിലെ അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഔപചാരിക സ്വീകരണം ഒരുക്കും രാഷ്ട്രപതി ഭവനിൽ. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ആദ്യം ഉണ്ടാവുക. പ്രത്യേകിച്ച് വ്യാപാരം, നിക്ഷേപം, ഊർജം, സാങ്കേതിക വിദ്യ ഇതിൽ അധിഷ്ഠിതമായ ചർച്ചകളായിരിക്കും കൂടുതൽ നടക്കുക. ഈ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ശക്തി അത് മെച്ചപ്പെടുത്താനായിരിക്കും കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുക. എന്തായാലും ഇന്നലെ ഈ ഖത്തർ അമീർ എത്തിയ വേളയിൽ ഈ പ്രോട്ടോക്കോളുകൾ എല്ലാം മാറ്റിവെച്ച് പ്രധാനമന്ത്രി നേരിട്ടെത്തി തന്നെ ഈ അമീറിനെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു പാരമ്പര്യ കളരി ഉൾപ്പെടെയുള്ള കലകൾ അത് ഖത്തർ അമീറിന് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചർച്ചകൾ കൂടി അത്തരത്തിൽ വളരെ എല്ലാ കാര്യത്തിലും സൗഹൃദപരമായി തന്നെ ഉള്ള ചർച്ചകളായിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ അത് ആ ബന്ധം അത് ശക്തിപ്പെടുത്തുന്നതിലൂന്നി തന്നെയായിരിക്കും. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരികമായി തന്നെ ഈ ഖത്തർ അമീറിന് സ്വീകരണം ഒരുക്കും. രഞ്ജിത്ത്, ഷംന വിവരങ്ങൾ പങ്കുവച്ചു. നാളെ നടക്കുന്ന BJP നിയമസഭാ കക്ഷി യോഗം ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞ നടക്കുമെന്ന് സൂചന. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി തീരുമാനിക്കാനായില്ലെന്ന നാണക്കേടിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് BJP. അരവിന്ദ് കെജ്രിവാളിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടാതെയായിരുന്നു BJPയുടെ മത്സരം. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി തീരുമാനം ആകുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞാലുടൻ പ്രഖ്യാപനം വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നെയും വൈകി. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ആരെ തീരുമാനിച്ചാലും മറ്റെംഎൽഎമാർ എതിർസ്വരമില്ലാതെ അംഗീകരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഡൽഹി രാംലീല മൈതാനത്ത് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. യമുനാ തീരത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും സത്യപ്രതിജ്ഞയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. വേദിയായെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നതിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേശ് ശർമ്മ, ഡൽഹി BJP പ്രസിഡന്റ് സതീഷ് ഉപാധ്യായ, പഞ്ചാബി മുഖമായ ആശിഷ് സൂദ്, ജിതേന്ദ്ര മഹാജൻ, വിജേന്ദർ ഗുപ്ത തുടങ്ങിയ പേരുകൾ സജീവമാണ്. ജാഡ് പഞ്ചാബി പരിഗണന മുതൽ വനിതാ പരിഗണന വരെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. വനിതാ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയാൽ ശിഖ റോയ്, നീലം പഹൽവാൻ, രേഖ ഗുപ്ത, പൂനം ശർമ്മ എന്നീ പേരുകളിൽ ഒരാൾ വരാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. BJP സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ നിലപാടും നിർണായകമാകും. പാർലമെന്ററി ബോഡി യോഗത്തിൽ മോദിയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും പുതിയ പ്രസിഡന്റിന്റെ തീരുമാനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ K. സുരേന്ദ്രൻ തുടരണമെന്നും പുതിയ അധ്യക്ഷൻ വേണമെന്നുമുള്ള 2 വാദങ്ങളും സംസ്ഥാന പാർട്ടിയിൽ ശക്തമാണ്. പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ട 19 സംസ്ഥാനങ്ങളിൽ 10 എണ്ണത്തിലും പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളാണ് അവശേഷിക്കുന്നത്. K. സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, MD രമേശ്, ശോഭാ സുരേന്ദ്രൻ ഈ പേരുകളാണ് സജീവം. 5 വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രനെ ഒഴിവാക്കണമെന്ന് എതിർ ഗ്രൂപ്പുകൾ ഒരുപോലെ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് BJP വോട്ട് വിഹിതം 20% എത്തിച്ചതും തൃശൂർ വിജയവും സുരേന്ദ്രന് അനുകൂല ഘടകങ്ങളാണ്. കേരള ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ പിന്തുണയും സുരേന്ദ്രനുണ്ട്. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർക്കും സുരേന്ദ്രനോട് അനിഷ്ടമില്ല. 5 വർഷ കാലാവധി കർശനമാക്കിയാൽ സുരേന്ദ്രന് പകരം രാജീവ് ചന്ദ്രശേഖർ വരാം. V. മുരളീധരൻ, കൃഷ്ണദാസ് പക്ഷങ്ങളുടെ പിന്തുണയും അവകാശപ്പെടുന്നു. ഒഴിയേണ്ടി വന്നാൽ MD രമേശ് അധ്യക്ഷ പദവിയിലെത്തുന്നതിനെ സുരേന്ദ്രൻ എതിർത്തേക്കില്ല. ശോഭാ സുരേന്ദ്രൻ വരുന്നതിനെ തടയാനാവും സുരേന്ദ്രന്റെ ശ്രമം. അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത വരട്ടെ എന്ന തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് ശോഭാ സുരേന്ദ്രൻ. 2 തവണ സംസ്ഥാന അധ്യക്ഷനായിരുന്ന V. മുരളീധരന് ഒരു ഊഴം കൂടി നൽകുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ മുരളീധരനെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാൻ കേന്ദ്രത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നുണ്ട്.
ന്യൂസ് 18 തിരുവനന്തപുരം. പാതിവിൽ തട്ടിപ്പ് കേസിൽ 12 ഇടങ്ങളിൽ ED റെയ്ഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. നവമി, വിശദാംശങ്ങൾ ലഭ്യമായോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലാലി വിൻസെന്റിന്റെ വീടിന്റെ മുന്നിലാണ് നവമി ഉള്ളത് എന്നാണ്. ED സംഘം അകത്തുണ്ടോ? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിന് മുന്നിലാണ്. മറൈൻ ഡ്രൈവിലുള്ള വസന്ത വിഹാർ ഫ്ളാറ്റിലെ 108-ാം നമ്പർ മുറി. ഈ ഫ്ളാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ED സംഘം ഉണ്ട്. അവർ അകത്താണ്. ഇപ്പോൾ ഡോറ് അടച്ചിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഉള്ളിൽ കയറി അവർ പരിശോധന നടത്തുകയാണ്. പ്രധാനമായും ED അന്വേഷിക്കുന്നത്, അതായത് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനിൽ നിന്നും ചില വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിനും ഒക്കെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇതിലൊരു കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് EDയും എത്തി നിൽക്കുകയും ED തന്നെ ഇത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. ഇതിൽ ലാലി വിൻസെന്റിന്റെ പങ്ക്, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടായിരുന്നു ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ നിന്നും 45 ലക്ഷം രൂപ താൻ കൈപ്പറ്റിയെന്ന് ലാലി വിൻസെന്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ED അന്വേഷിക്കുന്നത് ഈ തുക, ഈ പറയുന്ന 45 ലക്ഷം രൂപ തന്നെയാണോ ലഭിച്ചിരിക്കുന്നത്, മറ്റ് കൂടുതൽ തുക ലഭിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രേഖകളാണ് ഇവിടെ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസും അഭിഭാഷക ഓഫീസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഫ്ളാറ്റിലെത്തി പ്രധാനമായും ആ രേഖകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ED സംഘം. ഈ അനന്തകൃഷ്ണൻ, ലാലി വിൻസെന്റ് ഇവിടെയുണ്ട്. ലാലി വിൻസെന്റിനും അകത്തുണ്ട്. ലാലി വിൻസെന്റിന് വീട്ടിന്റെ ഉള്ളിലുണ്ട്. ലാലി വിൻസെന്റിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെ, അല്ലെങ്കിൽ അവരോട് കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും ED കണ്ടെത്തുന്നത് ഈ അനന്തകൃഷ്ണനുമായി ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടാണ് ലാലി വിൻസെന്റ് ഉള്ളത്, ഈ പറയുന്ന തുക മാത്രമാണോ, അതായത് ഈ ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രം എടുത്ത തുക തന്നെയാണോ, അത് തന്നെയാണോ അനന്തകൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്? അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തി കൈപ്പറ്റിയ തുക, അതിൽ ഏതെങ്കിലും ലാലി വിൻസെന്റ് നൽകിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് പങ്കുണ്ടോ, ഇതിലേതെങ്കിലും കള്ളപ്പണ ഇടപാടുകളുണ്ടോ, അങ്ങനെ കാര്യങ്ങളാണ് പ്രധാനമായും ED കണ്ടെത്തുന്നത്. ഇവിടെ വെച്ച് ഈ വീട്ടിനുള്ളിൽ നിന്ന് മറ്റ് രേഖകൾ, ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ലാലി വിൻസെന്റിന്റെ കയ്യിൽ നിന്നും അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങിയ തുകകളെല്ലാം അത് കൃത്യമായി തന്നെ അതിന്റെ രേഖകളുണ്ടോ, ബാങ്ക് അക്കൗണ്ട് റെസിപ്റ്റുകളടക്കം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളടക്കം പരിശോധിക്കുവാനാണ് ED സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ED സംഘം ഇവിടേക്ക് എത്തുകയും ലാലി വിൻസെന്റിൽ നിന്നും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിലാണ് ലാലി വിൻസെന്റ് ഉള്ളത്. ഇതിന്റെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായിരുന്നു അശോക അപ്പാർട്ട്മെന്റ്. അവിടെയാണ് ലാലി വിൻസെന്റ് തന്നെ പരിചയപ്പെടുത്തിയ അനന്തകൃഷ്ണൻ അവിടെ വന്ന് താമസിക്കുകയും പിന്നീട് അവിടെ നിന്നാണ് ഈ അനന്തകൃഷ്ണന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും അവിടെ എത്തിയ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണല്ലോ 12 റെയ്ഡ് ഉണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിലൊന്നാണ് ഈ ലാലി വിൻസെന്റിന്റെ വീട്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് ആനന്ദകുമാറിന്റെ വീട്ടിലും റെയ്ഡുണ്ട്. നവമി, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ലാലി വിൻസെന്റിന്റെ വീട്, ഫ്ളാറ്റാണ്. മറ്റ് ഏതൊക്കെ മേഖലകളിലാണ്, എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത് നവമി? രഞ്ജിത്ത്, 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ED അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു റെയ്ഡ് പരിശോധന നടത്തുന്നത്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാറിന്റെ അടക്കം വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ED പരിശോധിക്കുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, വലിയ കോടികളായിരുന്നു അനന്തകൃഷ്ണൻ ഈ ഒരു പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പാതിവിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട്
ആയിരങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ. ഇന്നലെ പോലും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പോലും കൃത്യമായി ഇതിന്റെ കണക്കുകളടക്കം പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിലൊക്കെ 21 അക്കൗണ്ടുകളിലായാണ് അനന്തകൃഷ്ണൻ ഇത്തരത്തിലുള്ള പണം തട്ടിയെടുത്തത്. കോടികളാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലായി ഉള്ളത് എന്ന കണക്കുകൾ കൂടി ക്രൈംബ്രാഞ്ച് ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇത് കൃത്യമായി തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ലാലി വിൻസൻ, നമുക്കറിയാം, മൂവാറ്റുപുഴ കോടതിയിൽ വരെ അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാകുകയും ചെയ്തിരുന്നു. ആ സമയം തന്നെ ലാലി വിൻസനെയും പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നതിനാൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം അല്പം മുമ്പ് കണ്ടത് ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണമാണെന്ന് തോന്നുന്നു. അതുമായി മറ്റൊരു ഉദ്യോഗസ്ഥനകത്തെ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. വലതുവശത്ത് കാണുന്നത് ആനന്ദകൃഷ്ണന്റെ വീട്ടിൽ, തിരുവനന്തപുരത്ത് സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് ശ്രീ ആനന്ദകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, രാവിലെ 7 മണിയോടുകൂടി ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. മറ്റു കാര്യങ്ങൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്? രഞ്ജിത്ത്, രാവിലെ 7 മണിക്കാണ് ആനന്ദകുമാറിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥർ, ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയാണ്. ഇവിടെ സായിഗ്രാം കേരള ഓഫീസിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. രണ്ടാം സംഘമാണ് ഇവിടേക്ക് എത്തിയത്. 7 മണിക്ക് ആനന്ദകുമാറിന്റെ വീട്ടിലാണ് ആദ്യം റെയ്ഡ് തുടങ്ങിയത്. ഒരുപക്ഷെ അവിടെ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഈ സായിഗ്രാമിന്റെ ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള സായിഗ്രാം കേരളയുടെ ഓഫീസിലേക്ക്, ഇവിടെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് കൂടിയുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഇവിടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട റോളാണ് ആനന്ദകുമാറിനുള്ളത്. മാത്രമല്ല ആനന്ദകുമാറിന്റെ സ്ഥാപനങ്ങൾക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട റോളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിശോധന. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലുള്ളത് ആനന്ദകുമാറിന്റെ വീടിന്റെ ഉൾവശമാണ്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിന് പുറത്ത്, മതിലിനോട് ചേർന്ന് തന്നെയാണ് ആനന്ദകുമാറിന്റെ സ്ഥലം തന്നെയാണ്, അദ്ദേഹത്തിന്റെ കെട്ടിടം തന്നെയാണ്. അവിടെ ഈ ഒരു എടിഎം അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കും. അതിനോട് ചേർന്ന് സായിഗ്രാം കേരളയുടെ ഒരു ഓഫീസ്, ബോർഡ് തന്നെ വെച്ചിട്ട് വലിയൊരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഇതാണ്. സായിഗ്രാം കേരളയുടെ നഗരത്തിലുള്ള പ്രധാനപ്പെട്ട ഓഫീസാണിത്. അതിന് മുകളിൽ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ശാസ്തമംഗലം തിരുവനന്തപുരം എന്ന വലിയ ബോർഡ് വെച്ച് അവിടെ ഒരു കോർപ്പറേറ്റ് സഹകരണ സൊസൈറ്റി പ്രവർത്തിക്കുന്നു. ഈ സൊസൈറ്റിക്കും അതുപോലെ ഈ സ്ഥാപനങ്ങൾക്കും ഈ തട്ടിപ്പിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. ആനന്ദകുമാറാണ് ഇതിന്റെ സൂത്രധാരൻ. അനന്തകൃഷ്ണൻ ഇത് തട്ടിപ്പുമായി വരുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത്, ഈ തട്ടിപ്പിന് വിശ്വാസ്യത പകർന്നു നൽകിയത് ആനന്ദകുമാർ ആണ് എന്ന വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തിനും ഉള്ളത്. അതുകൊണ്ടാണ് അയാളെ പ്രതി ചേർത്തത്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ളയാളാണ് ആനന്ദകുമാർ. ഈ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്ന ഈ ഓഫീസിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ വളരെ വിപുലമായ ഒരു സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിപുലമായ സംഘം ഈ ഓഫീസിനുള്ളിലുണ്ട്. വീട്ടിനുള്ളിൽ മറ്റൊരു സംഘമുണ്ട്. ഈ സംഘത്തിന്റെ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ രേഖകളൊക്കെ മാറ്റിയേക്കാം. എങ്കിൽ പോലും വളരെ നിർണായകമായ വിവരങ്ങൾ ഈ റെയ്ഡിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് തൊട്ടു പിന്നാലെ ഈ ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ ലാലി വിൻസന്റെയും അനന്തകുമാറിന്റെയും ഒക്കെ അനന്തകൃഷ്ണന്റെ ഒക്കെ വിവിധ അവരുടെ വീടുകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെയാണ് റെയ്ഡ് നടത്തുന്നത്. രാവിലെ 7 മണിക്കാണ് ശാസ്തമംഗലത്ത് ആനന്ദകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചത്. അവിടെ നിന്ന് ലഭിച്ച രേഖകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇപ്പോൾ ഈ സായിഗ്രാമിന്റെ ഓഫീസിലും അതുപോലെ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിലുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനന്തകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് വിധി ഉണ്ടാകാം, തീരുമാനമുണ്ടാകാം. ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണോ ആദ്യം ഇയാളെ കസ്റ്റഡി എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘമാണോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അനന്തകുമാറിന് കുരുക്ക് മുറുകുകയാണ്. അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞത് ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അനന്തകൃഷ്ണന്റെ ഇടപാടിൽ നിന്ന് പിന്മാറി, എല്ലാ തരത്തിലുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറി എന്ന ഒരു മൊഴിയാണ് ആദ്യഘട്ടത്തിൽ ആനന്ദകുമാർ നൽകിയത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ പങ്ക് ആനന്ദകുമാറിനുണ്ട്, കൃത്യമായ സൂത്രധാരൻ അയാളാണ് എന്ന ഒരു വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ പോലീസും പിന്നീട്
പങ്കുവച്ചത്. ഈ തട്ടിപ്പിന്റെ എല്ലാ വഴികളും അറിയാമായിരുന്നു. ഈ കോൺഫെഡറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചാൽ മാത്രം ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന കാര്യമല്ല ഇയാൾക്കെതിരുള്ള പങ്ക് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശാസ്തമംഗലത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയിരിക്കുക. നമുക്കറിയാം, പതിറ്റാണ്ടുകളുടെ തലസ്ഥാനത്ത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു ആനന്ദകുമാറിന്റേത്. പക്ഷേ ഇത്തരമൊരു തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, അതിൽ ഈ ലാഭവിഹിതമോ അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ച പണമോ ഇയാളുടെ അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുണ്ടെന്നതിന് തെളിവ് അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു പരിശോധന ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. വിപുലമായ സംഘമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിപുലമായ സംഘമാണ് ഇവിടെ ഈ വീട്ടിൽ പരിശോധനയ്ക്ക് രാവിലെ എത്തിയത്. അവിടെ നിന്ന് ഒരു സംഘം കൂടി എത്തുകയും അവർ ഈ സായിഗ്രാമിന്റെ ഓഫീസിലും സഹകരണ സൊസൈറ്റിയിലും ഇപ്പോൾ പരിശോധന നടത്തുകയുമാണ്. രഞ്ജിത്ത്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട റെയ്ഡുകൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. 12 ഇടങ്ങളിൽ ED സംയുക്തമായി റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ പ്രധാനം ഈ ലാലി വിൻസെന്റ് എന്നുള്ള കോൺഗ്രസ് നേതാവ് ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് ഈ പാതിവില സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. രണ്ടാമതൊന്ന് ആനന്ദകുമാറിന്റെ വീടാണ്. സായി ഗ്രാമത്തിന്റെ ഡയറക്ടറാണ്. നമുക്കറിയാം അദ്ദേഹം സായി ഗ്രാമവുമായി ബന്ധമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് എങ്കിൽ പോലും സജീവമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. NGO കോൺഫെഡറേഷൻ എന്ന സംഘടന ഉണ്ടാക്കിയാണ് അദ്ദേഹം ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലും വീട്ടിലും മറ്റുമായി റെയ്ഡ് നടക്കുന്നു, ഓഫീസിലും വീട്ടിലും മറ്റുമായി റെയ്ഡ് നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. നിർണായകമായ തെളിവുകൾ ED സംഘത്തിന് ലഭിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. യാതൊരു സംശയവുമില്ല, നിർണായകമായി തന്നെ ആ കാര്യങ്ങൾ ED മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ED കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്യുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വരാത്ത സുപ്രധാനമായ കാര്യങ്ങൾ പുറത്തെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് നൽകാനുള്ളത്. നവമി ദിനേശും BV അരുണും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, എത്ര സമയമായി റെയ്ഡ് ആരംഭിച്ചിട്ട്? കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? രഞ്ജിത്ത്, ഏകദേശം 1 മണിക്കൂർ ആകുന്നു ഈ ഒരു റെയ്ഡ് ആരംഭിച്ചിട്ട്. ഉദ്യോഗസ്ഥരെല്ലാവരും ഈ ഫ്ളാറ്റിനുള്ളിലാണ്. ലാലി വിൻസനും ആ ഫ്ളാറ്റിനുള്ളിൽ തന്നെയുണ്ട്. ഏറെ നിർണായകമായ കുറച്ച് കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലാലി വിൻസനിൽ നിന്നും ചോദിച്ചറിയുന്നതും മറ്റ് രേഖകളടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയായ അനന്തകൃഷ്ണനിൽ നിന്നും വക്കീൽ ഫീസ് മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നായിരുന്നു അഡ്വക്കേറ്റ് ലാലി വിൻസൻ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞത്. ഇത് 2 വർഷത്തിനിടയിൽ വക്കീസ് ഫീസ് ഇനത്തിൽ 40 ലക്ഷം രൂപയാണ് ലഭിച്ചത്. മറ്റ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ലാലി വിൻസൻ പറയുന്നത്. പക്ഷേ ഇത് അന്വേഷണ സംഘം അല്ലെങ്കിൽ ED അത് മുഖവുരയ്ക്കെടുത്തിട്ടില്ല. കാരണം 2 വർഷത്തിനിടയിൽ ഈ 40 ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസന് കിട്ടിയിട്ടുള്ളത്? കാരണം അത്ര വലിയ കോടികളുടെ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. അനന്തകൃഷ്ണന്റെ 21 അക്കൗണ്ടുകളിലായി ഏകദേശം കോടികളാണ് ഉണ്ടായിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്ന ED ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, കൂടുതൽ തുക ലാലി വിൻസന് ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. ലാലി വിൻസനും ഈ ഫ്ളാറ്റിൽ തന്നെയാണുള്ളത്. രാവിലെയാണ് അന്വേഷണ സംഘം ഇവിടെ എത്തി റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ലാലി വിൻസനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ED ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് നേരത്തെ ഇവിടെ അകത്തേക്ക് ആഹാരവുമായി എത്തിയിരിക്കുന്നത്. ലാലി വിൻസൻ അടക്കം ഈ ഫ്ളാറ്റിന്റെ ഉള്ളിലുണ്ട്. ലാലി വിൻസനിൽ നിന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ എത്ര തുകയാണ് കൈപ്പറ്റിയിരിക്കുന്നത്, അക്കൗണ്ട് വഴിയാണോ കൈപ്പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്നും ലാലി വിൻസന്റെ അക്കൗണ്ടുകളിലേക്ക് എത്ര രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 40 ലക്ഷം തന്നെയാണെന്നാണ് തുടക്കം മുതൽ ലാലി വിൻസൻ പറയുന്നത്. അത് തന്നെ ഈ സ്ഥാപനത്തിന്, അനന്തകൃഷ്ണൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഫീസായി മാത്രമേ ഈ 40 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളൂ. മറ്റു തരത്തിലുള്ള തുകകളൊന്നും കൈപ്പറ്റിയിട്ടില്ല, മറ്റ് സാമ്പത്തിക ലാഭമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ലാലി വിൻസൻ പറയുന്നത്. പക്ഷേ അനന്തകൃഷ്ണനുമായി അത്രയേറെ അടുപ്പമുള്ള ഒരു വ്യക്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ നടത്തിയ ഇത്രയും വലിയൊരു തട്ടിപ്പ് അറിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നൊരു സംശയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് കൃത്യമായി ലാലി വിൻസനിൽ നിന്നും ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ED സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എത്ര പേരാണ് ഉള്ളിലുള്ളതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. നമ്മളിവിടെ
എത്തിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ അകത്തുണ്ടായിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഒരു ഉദ്യോഗസ്ഥൻ ആഹാരവുമായി ഉള്ളിലേക്ക് വരികയെന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ലാലി വിൻസെന്റിനെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. ലാലി വിൻസെന്റ് ആ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ലാലി വിൻസെന്റിനോട് കൃത്യമായി ചോദിച്ചറിയുകയാണ് എന്തൊക്കെയാണ്, എത്ര രൂപയാണ് അനന്തകൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയത്, അക്കൗണ്ട് വഴിയാണോ, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ ഇത്രയും വലിയൊരു തട്ടിപ്പ് എന്തുകൊണ്ടാണ് ലീഗൽ അഡ്വൈസറായ ലാലി വിൻസെന്റ് അറിഞ്ഞിരുന്നില്ല എന്നീ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ലാലി വിൻസെന്റ് പറയുന്നത് രണ്ട് വർഷമായി ഈ ഒരു അനന്തകൃഷ്ണൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അത്രയേറെ അനന്തകൃഷ്ണൻ ഇപ്പോഴും അനന്തകൃഷ്ണൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ലാലി വിൻസെന്റ് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു തട്ടിപ്പ് അനന്തകൃഷ്ണൻ നടത്തിയിട്ടുണ്ടെന്ന് പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അനന്തകൃഷ്ണന്റെ 21 അക്കൗണ്ടുകളിലായി കോടികളാണ് ഉള്ളതെന്ന് കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം നിരവധി പരാതികൾ ഇപ്പൊ തന്നെ 1000 കടന്നു പരാതികൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരാതികൾ ലഭിച്ചു. ഇവരിൽ നിന്നെല്ലാം സ്കൂട്ടർ അല്ലെങ്കിൽ തയ്യൽ മെഷീന്, AC അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് വാഗ്ദാനം നൽകിക്കൊണ്ടാണ്, പകുതി വിലയ്ക്ക് ഇവയെല്ലാം നൽകുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇത്രയേറെ പണം തട്ടിയെടുത്തത്. ഇതെല്ലാം കോടികൾ അനന്തുവിന്റെ അക്കൗണ്ടുകളുണ്ട്. പക്ഷെ ബാക്കി പണമൊക്കെ എവിടെ പോയെന്നറിയില്ല. സ്വത്തുക്കളായിട്ടൊക്കെ അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് ക്രൈംബ്രാഞ്ചും കണ്ടുകെട്ടുകയെന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ലീഗൽ അഡ്വൈസറായി അനന്തകൃഷ്ണനോടൊപ്പം നിൽക്കുന്ന, അനന്തകൃഷ്ണനോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ലാലി വിൻസൻ എന്തുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല? അല്ലെങ്കിൽ ഈ 40 ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസനിൽ നിന്നും അനന്തകൃഷ്ണനിൽ നിന്നും ലാലി വിൻസൻ കൈപ്പറ്റിയത്? അങ്ങനെ നിരവധി സംശയങ്ങൾ ഇടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുകയും അതിന്റെ കൂടുതൽ രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലെത്തി ED സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഒപ്പം ആവശ്യപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രേഖകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ്, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിൽ നടക്കുന്നത്. ലാലി വിൻസെന്റ് പറഞ്ഞിരുന്നു അനന്തകൃഷ്ണനുമായി പരിചയമുണ്ട്, അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് താൻ പ്രവർത്തിച്ചിരുന്നതെന്ന്. അങ്ങനെ ഒരു ബന്ധമാണ് ലാലി വിൻസനും അനന്തകൃഷ്ണനുമായിട്ടുള്ളത്. പക്ഷെ അതിൽ ഈ സാമ്പത്തിക കൈമാറ്റത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി നടത്തിയ കൈമാറ്റത്തിലാണ് ഒരു അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ EDക്ക് ഒരു സംശയം നിലനിൽക്കുന്നത്. അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഈ റെയ്ഡ് നടക്കുന്നത്. എന്തായാലും 1 മണിക്കൂറോളമായി ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റും ഇവിടെയാണ്. ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഈ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെയും ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെയും എത്തി കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഇന്നലെ ഈ ലാലി വിൻസെന്റിന്റെ ഇന്നലെ ക്രൈംബ്രാഞ്ച് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഈ അനന്തകൃഷ്ണന്റെ രേഖകൾ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അത് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു, കൃത്യമായി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഇന്നലെ സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വളരെ നിർണായകമാണ്. ഇനി ഈ ലാലി വിൻസൻ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ED സംഘം വരും, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവിടെ നിന്ന് മാറ്റുവാനോ, അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ തിരിമറി നടത്തുവാനോ ഒക്കെ ശ്രമിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. കാരണം ഇന്നലെ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിലെ കൃത്യമായിട്ടുള്ള രേഖകൾ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ വിശദമായിട്ടുള്ള രേഖകൾ, ഇതെല്ലാം തന്നെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കോടതിയിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്നത്തെ ഈ ഒരു EDയുടേതായിട്ടുള്ള പരിശോധന അത് ഏറെ നിർണായകം കൂടിയാണ്. കൃത്യമായിട്ടുള്ള രേഖകൾ കൈപ്പറ്റുക, ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. കാരണം അത്ര കോടികളാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകളിലേക്ക് വരുന്നതും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടവർക്ക്, ഈ ലാലി വിൻസൻ, ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് അനന്തകൃഷ്ണൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 40 ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസെന്റിന് ഈ നിയമോപദേശക എന്ന രീതിയിൽ കൈപ്പറ്റിയത്, അതോ കൂടുതൽ തുക ലാലി വിൻസെന്റ് അനന്തകൃഷ്ണൻ കൊടുത്തിട്ടുണ്ടോ എന്നതും കൂടി പ്രധാനമായും EDക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം
ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അത്ര നിർണായകമായിട്ടുള്ള ഒരു റെയ്ഡ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഈ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റ് ഇവിടെ തന്നെയാണ്, ഇതിന്റെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് എത്തി കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ രേഖകൾ ശേഖരിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് തീർച്ചയായും അവിടെ കൊച്ചിയിൽ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ഫ്ളാറ്റിൽ റെയ്ഡ് നടക്കുന്നു. മറുവശത്ത് സായി ഗ്രാമം എന്ന ആനന്ദകുമാറിന്റെ സങ്കേതത്തിലുള്ള റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി അരുൺ അവിടെ തുടരുന്നുണ്ട്. അരുണ്, റെയ്ഡ് പുരോഗമിക്കുകയാണ്, കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. കുറേ സമയം ഉദ്യോഗസ്ഥർ ഇവിടെ ചിലവഴിക്കുമെന്നും ആനന്ദകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമെന്നും കരുതാം. അങ്ങനെ വേണം കരുതാൻ. ആനന്ദകുമാർ ഇവിടെ വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം വീട്ടിനകത്തുണ്ട് എന്ന് വേണം മനസ്സിലാകേണ്ടത്. ഏതായാലും രാവിലെ 7 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത്. കൂടുതൽ രേഖകൾ ഇവിടെ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമമുണ്ട് ഉദ്യോഗസ്ഥർക്ക്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇത്രയധികം ദിവസം ഇവർക്ക് ലഭിച്ചു എന്നുള്ള വസ്തുതയാണ്. ഈ തട്ടിപ്പ് പുറത്തു വന്ന ശേഷം തന്നെ ആഴ്ചകൾ പിന്നിടുന്നു. അതിനു മുമ്പ് തന്നെ സ്വാഭാവികമായും ഇത് ഒരു തട്ടിപ്പിലേക്ക്, ഒരു ക്രമക്കേടിലേക്ക് പോകുന്നു. ഇതിൽ പോലീസിന്റെ കേസെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റന്വേഷണങ്ങളിലേക്ക് പോകുന്നു എന്ന് ഏറെക്കുറെ ഇവർക്ക് ഉറപ്പായിരുന്നു, ഈ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്ക്. അതുകൊണ്ടാണ് അയാൾ ഒരു ഘട്ടം വന്നപ്പോൾ ഈ കോൺഫെഡറേഷനിൽ നിന്ന് പിന്മാറിയത്. അതുകൊണ്ട് തന്നെയാകും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ സായി ഗ്രാമിന്റെ മറ്റ് ഇടപാടുകൾ രേഖകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രേഖകൾ ഇവിടെ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ഉറപ്പാണ്. എത്രത്തോളം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തെളിയിക്കാനും അല്ലെങ്കിൽ ആനന്ദകുമാറിന്റെയും അനന്തകൃഷ്ണന്റെയും ഒക്കെ ബന്ധം, ഇടപാടുകൾ കണ്ടെത്താനും തക്ക തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ടാണ് ഇത്തരമൊരു റെയ്ഡ്, വളരെ വിപുലമായ ഒരു സംഘവുമായി ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് എത്തിയത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോൾ തുടരുകയാണ്. NGO കോൺഫെഡറേഷന്റെ മറ്റ് ഓഫീസുകളിലും ഈ സമയത്ത് റെയ്ഡുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ലാലി വിൻസെന്റും അതുപോലെ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരുമായി അടുപ്പമുള്ള ആളുകളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരേ സമയം റെയ്ഡ് നടത്തി പരമാവധി രേഖകൾ, തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഈ സായിഗ്രാം കേരള, അദ്ദേഹം ഈ സായിഗ്രാം കേരളയുടെ പ്രധാനികളിൽ ഒരാളാണ് ആനന്ദകുമാർ. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു. പക്ഷേ ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് താൻ ചെയർമാൻ സ്ഥാനം ഒഴിയുകയായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ ആനന്ദകുമാർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, വളരെ നിർണായകമായ സ്ഥാനം ഈ NGO കോൺഫെഡറേഷനിലും അതുപോലെ തന്നെ ഈ പാതിവില തട്ടിപ്പ് രീതിയിലും ഇയാൾക്കുണ്ട്. ഇതിന്റെ കൃത്യമായ ബോധ്യം ഇയാൾക്കുണ്ടായിരുന്നു. അതിന്റെ ലാഭവിഹിതമോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത പണമോ വലിയൊരളവിൽ ആനന്ദകുമാർ ലഭിച്ചിട്ടുണ്ടെന്നതിന് തെളിവുകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് അയാളെ ചില കേസുകളിൽ പ്രതി ചേർത്തത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷമായി തിരുവനന്തപുരം സെഷൻസ് കോടതി 3-നെ ആനന്ദകുമാർ സമീപിച്ചത്. അതിൽ ഇന്ന് വിധി പറയാൻ തന്നെയാണ് സാധ്യത. 11 മണിയോട് കേസ് പരിഗണിക്കുമ്പോൾ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനമുണ്ടാകും. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണവും മറ്റും നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവെന്ന് വേണം. തീർച്ചയായും അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. 12ഓളം ഇടങ്ങളിലാണ് ആനന്ദകുമാറിന്റെ വീട്ടിലുണ്ട്. അനന്തകൃഷ്ണന്റെ തൊടുപുഴയിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം, ഓഫീസിലും മറ്റും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ. അങ്ങനെ സംസ്ഥാനത്തിന്റെ 12 സ്ഥലങ്ങളിലാണ് ED പാതിവില സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് നടത്തുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയിലേക്ക്. രാവിലെ ആദ്യം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്ത ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ചില നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ലേഖന വിവാദത്തിൽ തരൂരിനെ എതിരെ പരസ്യ ഏറ്റുമുട്ടലിനിറങ്ങിയ മുതിർന്ന നേതാക്കളുടെ ചെവിക്ക് പിടിച്ച ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴുന്നതെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം.